viewers, once again welcome back to Sweet Stars. ഇന്നത്തെ ടോപ്പിക് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കരിയർ ഗൈഡൻസ് ആഫ്റ്റർ 12th ഫോർ ബോത്ത് കൊമേഴ്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ്. നമ്മളിൽ പലരും 10th കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ വരുന്ന ആ ഒരു ടൈമില് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ചൂസ് ചെയ്യുന്നത് പലരും വഴി ഇൻസിസ്റ്റ് ചെയ്തിട്ടായിരിക്കും. ഈവൻ നമ്മുടെ പേരൻസ്, ഫ്രണ്ട്സ്, ഫാമിലി ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെ പലരും വഴി ഇൻസിസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്പെഷ്യലൈസേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഈവൻ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് ആഫ്റ്റർ 12 നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് പലരും വഴി ഇൻസിസ്റ്റ് ചെയ്തിട്ട്, അതായത് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഹൈ സാലറി ജോലി കിട്ടും, നല്ല സ്കോപ്പ് ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അങ്ങനെ പലതും കേട്ടിട്ട് നമ്മൾ ആ ഒരു കോഴ്സ് എടുത്തിട്ട് ആ കോഴ്സ് കഴിയാറാവത്തേക്കും അയ്യോ ഈ കോഴ്സ് എടുത്ത ഇന്ന ജോലിയായിരുന്നു കിട്ടുന്നത്, ഈ ഒരു ഫീൽഡ് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാകത്തില്ല. ബട്ട് ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു യു വാണ്ട് ടു ഡു ഇൻ യുവർ ഫ്യൂച്ചർ? നമ്മൾ ഈ 12th കഴിഞ്ഞ് എടുക്കുന്ന ഈ ഒരു കോഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കരിയറിനെ ഫുള്ളും ഷേപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു വീഡിയോയിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് പറ്റിയ കോഴ്സസ്, അതിനെ റിലേറ്റ് ചെയ്ത് കിട്ടുന്ന ജോലികളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ബട്ട് ദ തിങ് യു ഹാവ് ടു ഡു ഈസ് ഇമാജിൻ യുവർ സെൽഫ് ഇൻ യുവർ ജോബ് ആൻഡ് ആസ്ക് യുവർ സെൽഫ് വാട്ട് ജോബ് ഡു ഐ എൻവിഷൻ മൈസെൽഫ് ഇൻ ഡൂയിങ്. ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജോലിയിൽ ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പീസ് കിട്ടുമോ, എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമോ? ഡു ദിസ് ജോബ് അലൈൻ വിത്ത് മൈ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ്? ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിസർച്ച് അബൌട്ട് ദ ജോബ് റോൾസ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് കോഴ്സ്. ആ ഒരു ജോബ് റോളിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, കൂടുതൽ റിസർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പല വീഡിയോസ് നോക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വായിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല പ്രൊഫഷണൽസിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. സോ യു വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ് ജോബ് റോൾ. ആൻഡ് നിങ്ങൾക്ക് ഒരു വൈസർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് റിമെമ്പർ, ഡോണ്ട് ചൂസ് എ കോഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിംഗ് എ പ്രോമിസ് that you will get a high salary. Choose a course that align with your interest and the job you aspire to do, so that you will get satisfaction and you can be successful in that field. So ഇതുപോലത്തെ ഇൻഫോർമേഷണൽ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇനിയും കാണാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സ്വീറ്റ് സ്റ്റാർസ്. So let's explore to the most latest and trending science courses after 12. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് BSc ഡേറ്റ സയൻസ് ആണ്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒരു ഓവർവ്യൂ പറയുവാണെങ്കിൽ ഇത് 3 year അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ്. And this course is mainly designed for those who love numbers, patterns, coding and real world problem solving. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് മെയിൻ ആയിട്ട് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള BSc മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പോലെയല്ല. And this one is more practical and industry relevant and mainly focused on data handling. And the subjects you will learn in this course are, ഇതിൽ പഠിക്കുന്ന സബ്ജക്ട്സ് മെയിൻ ആയിട്ട് ഡേറ്റാ സെൻട്രിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഇതിൽ പഠിക്കുന്ന കുറച്ച് സബ്ജക്ട്സ് ഞാൻ മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി, പ്രോഗ്രാമിംഗ്, ഡേറ്റാ വിഷ്വലൈസേഷൻ, മെഷീൻ ലേണിംഗ് ബേസിക്സ്, ബിഗ് ഡേറ്റ ടെക്നോളജീസ്, ഡേറ്റാബേസ് മാനേജ്മെന്റ്. ഈ പറയപ്പെടുന്ന സബ്ജക്ട്സ് എല്ലാം പ്യുവർലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ല. You have to actually do hands-on work with real data and you have to create projects. Next one എന്ന് പറയുന്നത് job and scope role after taking this course. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ there will be multiple career options. പക്ഷേ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങൾ മനസ്സിലാക്കി വേണം ഒരു ജോബ് റോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ അനലിസ്റ്റ്. ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആൻഡ് ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോലിയാണ്. ആസ് എ ഡേറ്റ അനലിസ്റ്റ് കമ്പനിയുടെ ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവരുടെ ജോലി. ഫോർ എക്സാമ്പിൾ, സെയിൽസ് എവിടെ കൂടി, കസ്റ്റമേഴ്സ് എവിടെ കുറഞ്ഞു, വിച്ച് പ്രോഡക്റ്റ് ഈസ് വർക്കിംഗ് ബെറ്റർ, ഇതൊക്കെ നിങ്ങളുടെ സ്പ്രെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ ഡാഷ് ബോർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു ഡേറ്റ അനലിസ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ. And the industries like healthcare, banking, e-commerce, marketing, ഇവിടെ എല്ലാം ഡേറ്റ അനലിസ്റ്റിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഷർ ആണെങ്കിൽ സാലറി എക്സ്പെക്ട് ചെയ്യാവുന്നത് ലൈക്ക് ഇന്ത്യയിലാണെങ്കിൽ ഒരു 3 to 6 lakh per annum ഒക്കെ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എബ്രോഡ് ആണെങ്കിൽ 50+ lakh ഒക്കെ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പെർ ആനം.
ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർട്ടിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ് ഒക്കെ ആണെങ്കിലും കൂടുതലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാലറി വേരി ചെയ്തേക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ജോബ് റോൾ ഈസ് ബിസിനസ് അനലിസ്റ്റ്. ബിസിനസ് അനലിസ്റ്റും ഡേറ്റ അനലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് അനലിസ്റ്റ് ഈസ് ദ സംവൺ ഹു അണ്ടർസ്റ്റാൻഡ് ബോത്ത് ഡേറ്റാസ് ആൻഡ് ബിസിനസ് ഗോൾസ്. അതായത് ഒരു കമ്പനിയിൽ ഏത് പ്രൊഡക്റ്റ് എടുക്കണം, ഏത് മാർക്കറ്റിൽ വേണം ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട്, ഇതൊക്കെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാബേസ് വെച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് അനലിസ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ. അതായത് ഇൻഡസ്ട്രീസ് ലൈക്ക് ടെക്, റീറ്റെയിൽ, ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഇവിടെ എല്ലാം ബിസിനസ് അനലിസ്റ്റിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. ആൻഡ് സാലറി എക്സ്പെക്ടേഷൻ ഇന്ത്യയിലാണെങ്കിൽ ഒരു 3 to 18 lakh പെർ ഇയർ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് ഗ്ലോബലി ആണെങ്കിൽ ഒരു 1,10,000 പ്ലസ് LP ഒക്കെ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും സർട്ടിഫിക്കേഷനും പോർട്ട്ഫോളിയോയും എല്ലാം അനുസരിച്ചായിരിക്കും ഇത് സാലറി വേരി ചെയ്യുന്നത്. തേർഡ് ജോബ് റോൾ എന്ന് പറയുന്നത് ഡേറ്റ വിഷ്വലൈസേഷൻ എക്സ്പേർട്ട് ആണ്. നമ്മൾ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാഷ്ബോർഡ്സും ഇൻഫോഗ്രാഫിക് ചാർട്ട്സും ഒക്കെ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്ത പ്രൊഫഷണൽസ് ആണ് ഡേറ്റ വിഷ്വലൈസേഷൻ എക്സ്പേർട്സ്. ലോജിക്സും ക്രിയേറ്റിവിറ്റിയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു റോളാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എക്സ്പേർട്സ്. ഇഫ് യു ലൈക്ക് ബോത്ത് ഡിസൈൻ ആൻഡ് ലോജിക്സ്, ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കമ്പനിയിലെ സിഇഒസും മാനേജേഴ്സും ഒക്കെ ഈ വിഷ്വൽസ് വെച്ചായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ഇതിന്റെ ഒരു ഗ്രോയിങ് ഡിമാൻഡ് എന്ന് പറയുന്നത് കമ്പനികളിലൊക്കെ ഇപ്പൊ ആണല്ലോ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോബ് റോളിന് ഹയർ ഡിമാൻഡ് ആണ്. ഇന്ത്യയില് ഇതിനൊരു സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ 13 to 14 LP വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഗ്ലോബലി ആണെങ്കിൽ $1,15,000 പെർ ഇയർ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് ജോബ് റോൾ ഇസ് ജൂനിയർ ഡേറ്റ സയന്റിസ്റ്റ്. ദേ ഓൾവേസ് സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് പ്രെഡിക്റ്റീവ് മോഡൽസ്. പ്രെഡിക്റ്റീവ് മോഡൽസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതംസ് ആണ് ഇവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കസ്റ്റമേഴ്സ് എവിടെയൊക്കെ കുറയുന്നു എന്ന് പ്രെഡിക്ട് ചെയ്യുക, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ആഡ് ക്ലിക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ജൂനിയർ ഡേറ്റ സയന്റിസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ. ആൻഡ് ഇവരുടെ ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത് ജൂനിയർ ലെവലിൽ നിന്ന് ഡേറ്റ സയന്റിസ്റ്റ് ആയി, പിന്നെ സീനിയർ ലെവലായി, ആൻഡ് ഫൈനലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലീഡ് വരെ എത്താൻ സ്കോപ്പ് ഉള്ള ഒരു ജോലിയാണ്. ഇന്ത്യയിലാണെങ്കിൽ സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 2 lakh to 14 lakh പെർ ഇയർ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഗ്ലോബലി ആണെങ്കിൽ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ $91,000 ഒക്കെ ആയിരിക്കും പെർ ഇയർ കിട്ടുന്ന സാലറി. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഫ്രീലാൻസ് ഡേറ്റ കൺസൾട്ടന്റ് ആണ്. ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് യു ക്യാൻ ബിക്കം എ ഡേറ്റ കൺസൾട്ടന്റ് ബൈ ഹെൽപ്പിംഗ് ദ സ്റ്റാർട്ടപ്സ് ആൻഡ് കമ്പനി ഓൺ കോൺട്രാക്ട് ബേസിസ്. ഇവരുടെ വർക്ക് ആണെങ്കിലും ഫ്ലെക്സിബിൾ മാത്രമല്ല, റിമോട്ടായിട്ട് വർക്ക് ചെയ്യുക, ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്ലയൻസിനും ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ബിൽഡ് ഡാഷ്ബോർഡ് ഫോർ UA ബേസ്ഡ് റീറ്റെയിൽ ബ്രാൻഡ്സ്, അനലൈസ് സെയിൽസ് ഫോർ US സ്റ്റാർട്ടപ്സ്, ക്രിയേറ്റ് ML പ്രോജക്ട്സ് ഫോർ NGO പ്രോജക്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ. ഇവരുടെ സാലറി ഇന്ത്യയിലാണെങ്കിൽ 3 lakh to 25 lakh പെർ ഇയർ ഒക്കെ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഗ്ലോബലി ആണെങ്കിൽ ഇവരുടെ സാലറി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോജക്ട്സിനെ ബേസ് ചെയ്തും ക്ലയന്റിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്താണ് ഇവരുടെ സാലറി വേരി ചെയ്യുന്നത്. സോ മൈ ഫൈനൽ തോട്ട് അബൌട്ട് ദിസ് കോഴ്സ് ഇസ്, ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ന്യൂ ഓയിൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ പ്രസന്റ് ലൈഫിൽ എപ്പോഴും നമ്മളാണെങ്കിൽ ഡേറ്റാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയസിലും, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ, യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ഡേറ്റാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റാസ് യൂസ് ചെയ്ത് സ്മാർട്ടായിട്ട് ഡിസിഷൻസ് എടുത്താണ് പല കമ്പനീസും സക്സസ് ആകുന്നത്. ആൻഡ് ദിസ് BSc Data Science is the vehicle that drive you into that future. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇമാജിൻ യുവർ സെൽഫ് വർക്കിംഗ് ഇൻ ദാറ്റ് കൂളസ്റ്റ് ഡേറ്റ ഡാഷ്ബോർഡ്സ് ആൻഡ് ഹെൽപ്പിംഗ് ദ ബിഗർ കമ്പനി ഡിസൈഡ് വാട്ട് ഇസ് ദർ നെക്സ്റ്റ് മൂവ്. ഇങ്ങനെയാണ് നമ്മുടെ കരിയറിനെ ഏറ്റവും പവർഫുൾ ആക്കുന്നത്. സോ അടുത്ത ട്രെൻഡിംഗ് ആയിട്ടുള്ള സയൻസ് കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബിടെക് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് 4 വർഷത്തെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. And this one is mainly focused on creating intelligent machines and teaching them how to think like humans. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സയൻസ് പോലല്ല. This one is more advanced and futuristic, and this one is purely focused on artificial intelligence and machine learning technologies. ആൻഡ് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ റഫായിട്ടൊന്ന് മെൻഷൻ ചെയ്യാം.
പൈത്തൺ, ജാവ, C++ പ്രോഗ്രാമിംഗ്, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്, ഡീപ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, എത്തിക്സ് ഇൻ AI, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ സ്ട്രക്ചേഴ്സ്, മാത്തമാറ്റിക്സ് ഫോർ AI, ലീനിയർ ഓൾജിബ്ര. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കേണ്ട സബ്ജക്ട്സ്. ഈ ഒരു സബ്ജക്ട്സ് മാത്രമല്ല, യു വിൽ ഹാവ് ടു ഡു മിനി ആൻഡ് മേജർ പ്രൊജക്ട്സ് ഓൾസോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് ആൻഡ് സ്കോപ്പ് റോൾ ആഫ്റ്റർ ടേക്കിംഗ് ദിസ് കോഴ്സ്. ഫസ്റ്റ് ജോബ് റോൾ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആണ്. ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഡിസൈൻസ് ആൻഡ് ഡെവലപ്സ് അൽഗോരിതംസ് ദാറ്റ് എനേബിൾ ദ മെഷീൻസ് ടു ലേൺ ഫ്രം ഡേറ്റ ആൻഡ് ഹെൽപ് ദം ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് പ്രൊഡിക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇ-കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി. ഞാൻ ഓരോ ജോബ് റോളിന്റെയും സാലറി എക്സ്പെക്ടേഷൻസ് വീഡിയോയുടെ അടിയിലായിട്ട് മെൻഷൻ ചെയ്തേക്കാം. സെക്കൻഡ് ജോബ് റോൾ എന്ന് പറയുന്നത് AI ഡെവലപ്പർ റിസർച്ചർ. ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് പുതിയ AI മോഡൽസിനെ ജനറേറ്റ് ചെയ്യുക, പുതിയ അൽഗോരിതംസ് ഒക്കെ റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു റോളിലെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ, ക്രിയേറ്റിംഗ് ചാറ്റ് ബോക്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പോണ്ട് ടു ദ കസ്റ്റമർ ക്വയറീസ്. തേർഡ് ജോബ് റോൾ എന്ന് പറയുന്നത് റോബോട്ടിക്സ് എഞ്ചിനീയർ ആണ്. ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഡിസൈൻ, ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ റോബോട്ട്സ് ആൻഡ് റോബോട്ടിക് സിസ്റ്റംസ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്. For example, creating robots for automated manufacturing process. Fourth one, AI product manager. ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് AI ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ പ്ലാൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, മാർക്കറ്റിനെ റിസർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, AI ബേസ്ഡ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഡേറ്റ സയന്റിസ്റ്റിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്യുക, ഇൻസൈറ്റ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുക, ബിസിനസ് ഡിസിഷൻസിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് ട്രെൻഡ്സ് ഒക്കെ അറിയാനായിട്ടുള്ള മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോബ് റോൾ എന്ന് പറയുന്നത്. സോ ഇമാജിൻ എ ഫ്യൂച്ചർ വെയർ യു ക്യാൻ മേക്ക് മെഷീൻസ് ദാറ്റ് തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് ഹ്യൂമൻസ്. സോ ബിടെക് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോഴ്സ്, ഇറ്റ്സ് എ സൂപ്പർ പവർ. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇമാജിൻ യുവർ സെൽഫ് ഇൻ ഡൂയിങ് ദാറ്റ് ജോബ്. നിങ്ങൾക്ക് ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസ് കിട്ടുമോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ പാഷനും ഈ ഒരു കോഴ്സുമായിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ജോബ് റോൾസുമായിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. തേർഡ് ട്രെൻഡിങ് ആയിട്ടുള്ള സയൻസ് കോഴ്സ് എന്ന് പറയുന്നത് BSc ഇൻ ബയോടെക്നോളജി. ഈ ഒരു കോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. ഇവിടെ മെയിൻ ആയിട്ട് ബയോളജിയും ടെക്നോളജിയും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഹ്യൂമൻ ലൈഫിനെയും എൻവയോൺമെന്റിനെയും സേവ് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്ട്സും ടെക്നോളജീസും ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഈ ഒരു കോഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ റഫായിട്ടൊന്ന് പറയാം. മോളിക്കുലർ ബയോളജി, ജെനറ്റിക്സ്, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്. ഇതൊക്കെയാണ് ഈ കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ്. ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് സയൻസിലാണല്ലോ, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സിനാണല്ലോ 50-60% എങ്കിലും മാർക്സ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ജോബ് റോൾസ് ആൻഡ് സ്കോപ്പ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് കോഴ്സ്. ഫസ്റ്റ് ജോബ് റോൾ എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ ആണ്. ലാബ് ടെക്നീഷ്യന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ലബോറട്ടറിയിലെ സാമ്പിൾസ് കളക്ട് ചെയ്ത് പല എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ്. സയന്റിഫിക് റിസർച്ച് പ്രോജക്ട്സിലൊക്കെ അസിസ്റ്റ് ചെയ്യുക, ഡേറ്റാസ് കളക്ട് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് ഒരു റിസർച്ച് അസോസിയേറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ ആണ്. ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക, പേഷ്യൻസിന്റെ ആണല്ല ഡേറ്റാസ് ഒക്കെ മാനേജ് ചെയ്യുക, അതൊക്കെയാണ് ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്ററിന്റെ ജോലി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഇസ് ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആണ്. അതായത് പ്രൊഡക്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഫിഫ്ത് വൺ ബയോടെക് പ്രൊഡക്ട് മാനേജർ. അതായത് ബയോടെക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, മാനേജ് ചെയ്യുക, അത് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബയോടെക് പ്രൊഡക്ട് മാനേജറിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയറിൽ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ്, ഹോസ്പിറ്റൽസ്, ഡയഗ്നോസ്റ്റിക്സ് ലാബിലൊക്കെ ഈ ജോലികൾക്കൊക്കെ സ്കോപ്പ് ഉണ്ട്. ഫോർത്ത് മോഡേൺ കോഴ്സ് എന്ന് പറയുന്നത് BSc ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. ആൻഡ് ദിസ് കോഴ്സ് കമ്പൈൻസ് ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ഓർഡർ ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ബയോളജിക്കൽ ഡേറ്റ. ഈ കോഴ്സിൽ പഠിക്കേണ്ട സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ റഫായിട്ട് പറയാം. ദാറ്റ് ഈസ് ജെനറ്റിക്സ്, സെൽ ബയോളജി, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെന്റൽസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് C++, ജാവ. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് വിത്ത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് അറ്റ്ലീസ്റ്റ് 50% എങ്കിലും മാർക്ക് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ടോപ്പ് ജോബ് റോൾസ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് കോഴ്സ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോ ഇൻഫോർമാറ്റിക്സ് അനലിസ്റ്റ്. ബയോ ഇൻഫോർമാറ്റിക് അനലിസ്റ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡേറ്റാസ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, സോഫ്റ്റ്വെയർ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബയോ ഇൻഫോർമാറ്റിക് അനലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ കെമിസ്റ്റ്. കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ സിമുലേറ്റ് ചെയ്യുക, ഡ്രഗ്സ് ഡിസ്കവറി ഒക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് കമ്പ്യൂട്ടേഷണൽ കെമിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡേറ്റാബേസ് ഡിസൈനർ ആണ്. ബയോളജിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് മെയിൻ ആയിട്ട് ഡേറ്റാബേസ് ഡിസൈനറുടെ ജോലി എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ്. ബയോ ഇൻഫോർമാറ്റിക് റിസർച്ച് പ്രോജക്ട്സിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പല ഡേറ്റാസ് കളക്ട് ചെയ്യുക, റിസർച്ച് നടത്തുക എന്നതാണ് റിസർച്ച് അസോസിയേറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. So BSc in biotechnology is ideal for those who are interested in the practical applications of biological sciences, especially in the areas of agriculture, healthcare and environment. And BSc in bioinformatics is ideal for those who are keen on computational analysis of biological data or playing a crucial role in modern research and development. ഫിഫ്ത്ത് മോഡേൺ സയൻസ് കോഴ്സ് എന്ന് പറയുന്നത് BSc ഇൻ ഫോറൻസിക് സയൻസ് ആണ്. ഈ ഒരു കോഴ്സിനെ കുറിച്ചൊരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഇത് 3 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. ആൻഡ് ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ആൻഡ് റിയൽ ലൈഫ് ക്രൈം സീൻസിൽ നടക്കുന്ന എവിഡൻസസ് ഒക്കെ ആണെങ്കിൽ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുക, സയന്റിഫിക് ബേസിസിൽ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നതാണ് മെയിൻ ആയിട്ട് ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു കോഴ്സിൽ പഠിക്കേണ്ട സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. ദാറ്റ് ഇസ് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ, fingerprint analysis, forensic toxicology, DNA fingerprinting, digital and cyber forensics, forensic psychology, criminal law basics. ഇതാണ് ഈ ഒരു കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ്. ഈ കോഴ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ ഈ റിയൽ ക്രൈം സീൻസിലുള്ള എവിഡൻസസ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കും. ദാറ്റ് ഈസ് ബ്ലഡ് സ്റ്റെയിൻസ്, ഫിംഗർ പ്രിന്റ്സ്, പിന്നെ വെപ്പൺ മാർക്സ്, സൈബർ റെക്കോർഡ്സ്, ഇതൊക്കെ അനലൈസ് ചെയ്ത് ആ ഒരു ക്രൈം സീൻ പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഹൂ ഷുഡ് കൺസിഡർ studying this course എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് യു ലവ് മിസ്റ്ററി ലവിംഗ്, ലോജിക്കൽ തിങ്കിങ്, സയൻസ് ഓറിയന്റഡ് ആണെങ്കിലും ഈ ക്രൈം സീരീസ് ഒക്കെ കാണുമ്പോൾ അതിന്റെ എവിഡൻസസ് ഒക്കെ ആണല്ലേ എന്താണെന്നൊക്കെ അറിയാനായിട്ടും അത് കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് അതിയായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും പാഷനും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് അപ്ലൈ ഫോർ ദിസ് കോഴ്സ്. ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 സ്റ്റുഡൻസ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. ഇതിന് അറ്റ്ലീസ്റ്റ് 50% എങ്കിലും മാർക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചില ടോപ്പ് കോളേജസ് ലൈക്ക് നാഷണൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണല്ലേ എൻട്രൻസ് എക്സാം ഒക്കെ ആണല്ലോ ഉണ്ടാവും. ലൈക്ക് CUET അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ ഈ ഒരു കോഴ്സിന് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു ഫീൽഡിലാണല്ലോ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ടോപ്പ് ജോബ് റോൾസ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് കോഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോറൻസിക് അനലിസ്റ്റ് ആണ്. ഫോറൻസിക് അനലിസ്റ്റ്
അനലിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് സയന്റിഫിക് ലാബിൽ ക്രൈം സീൻസിൽ നിന്ന് കിട്ടുന്ന എവിഡൻസസ് ലൈക്ക് ഹെയർ, ബ്ലഡ് സ്റ്റെയിന്, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ്, സോയിൽ, ഇതെല്ലാം വെച്ച് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ജോലി. അതായത് ലാബിൽ DNA ടെസ്റ്റ്, കെമിക്കൽ കമ്പോസിഷൻ അനാലിസിസ്, ഫൈബർ മാച്ച്, ഇതുപോലത്തെ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ജോലി. ഫോർ എക്സാമ്പിൾ, ഒരു മർഡർ കേസിൽ ബ്ലഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആരുടെ ആണെന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ് ഫോറൻസിക് അനലിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി. ഈ ഒരു ജോലിക്ക് വേണ്ട റിക്വയർഡ് സ്കിൽസ് എന്ന് പറയുന്നത് ആക്യുറസി വേണം, മോർ പേഷ്യൻസ് ആൻഡ് ഗുഡ് നോളജ് ഇൻ ബയോളജി ആൻഡ് കെമിസ്ട്രി. നെക്സ്റ്റ് ജോബ് റോൾ എന്ന് പറയുന്നത് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഈ ഒരു ജോലി നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് സിനിമകളിലും സീരീസിലും ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഇവരുടെ ജോലി എന്ന് പറയുന്നത് വളരെ ടെക്നിക്കലും റെസ്പോൺസിബിളും ആയിട്ടുള്ള ഒരു ജോലിയാണ്. അതായത് ഈ ക്രൈം സീൻസ് നടക്കുന്നിടത്ത് എവിഡൻസസ് കളക്ട് ചെയ്യുക, പൊസിഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, പിന്നെ ഐറ്റം സീൽ ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു CSIയുടെ ജോലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഗൺഷോട്ട് കേസ് ആണെങ്കിൽ, ബുള്ളറ്റ് മാർക്ക് ആണെങ്കിൽ മെഷർ ചെയ്യുക, പിന്നെ വെപ്പൺസ് ഒക്കെ ആണെങ്കിൽ സേഫ് ആയിട്ട് പാക്ക് ചെയ്യുക, ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് CSIയുടെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ദിസ് ജോബ് ആർ അലേർട്ട്നെസ് വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീൽഡ് കോൺഫിഡൻസ് വേണം, ആൻഡ് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വേണം. തേർഡ് ജോബ് റോൾ എന്ന് പറയുന്നത് സൈബർ ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. നമ്മുടെ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് ഈ ഒരു ഡിജിറ്റൽ വേൾഡില് ക്രൈമുകളും കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന ക്രൈംസ് ഒക്കെ അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇമെയിൽ ഹാക്കിംഗ്, ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഇല്ലീഗൽ വെബ്സൈറ്റ്സ്, ഡീപ് ഫേക്ക് മെറ്റീരിയൽസ്, ഇതൊക്കെ അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെയൊക്കെ ക്ലൂ കണ്ടുപിടിക്കാനായിട്ട് ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക് ഡീറ്റെയിൽസ്, CCTV ഫുട്ടേജ്, ബ്രൗസിംഗ് ഹിസ്റ്ററി, ഇതെല്ലാം അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ട റിക്വയർഡ് സ്കിൽസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കോഡിംഗ്, നെറ്റ്വർക്കിംഗ് നോളജ്, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി, പിന്നെ എത്തിക്കൽ ആയിട്ടുള്ള ഹാക്കിംഗ് നോളജ്. ഈ റിക്വയർഡ് സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോർത്ത് ജോബ് റോൾ എന്ന് പറയുന്നത് പോലീസ് അല്ലെങ്കിൽ CBI ഫോറൻസിക് ടീം മെമ്പർ ആണ്. അതായത് BSc ഇൻ ഫോറൻസിക് സയൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിൽ ഫോറൻസിക് ടീമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത ഒരാൾക്ക് പോലീസ് അല്ലെങ്കിൽ CBI, IB, NIA ഈ ഒരു പൊസിഷനിലോട്ടൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിലൊക്കെ യു വിൽ വർക്ക് അലോങ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആസ് സയന്റിഫിക് എക്സ്പേർട്ട്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എവിഡൻസ് അനാലിസിസ്, ഫീൽഡ് റിപ്പോർട്ട് പ്രിപ്പറേഷൻസ്, കോർട്ട് റൂം എക്സ്പ്ലനേഷൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൈ പ്രൊഫൈൽ മർഡർ കേസ് ആണെങ്കിൽ അവിടെ നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത് എവിഡൻസ് അനലൈസ് ചെയ്യുക, പബ്ലിക് പ്രോസിക്യൂട്ടറിന് റിസൾട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോലീസ് ഫോറൻസിക്കിന്റെ റോൾ എന്ന് പറയുന്നത്. ഈ ഒരു ജോലിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റി, ഗവൺമെന്റ് ബെനിഫിറ്റ്സ്, ആൻഡ് യു വിൽ ഗെറ്റ് എ ചാൻസ് ടു വർക്ക് അലോങ് വിത്ത് നാഷണൽ ലെവൽ കേസസ് ഓൾസോ. ഫിഫ്ത്ത് ജോബ് റോൾ എന്ന് പറയുന്നത് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. ഈ ഒരു ജോബ് റോളിന് MSc ഇൻ സൈക്കോളജിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ജോലിയിലുള്ള മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ക്രിമിനൽ മൈൻഡ് സ്റ്റേറ്റ് മനസ്സിലാക്കുക, ബിഹേവിയറൽ പാറ്റേൺസ് അനലൈസ് ചെയ്യുക, ക്രിമിനൽ പ്രൊഫൈലിംഗ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ജോബ് റോളിലുള്ള ജോലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സീരിയൽ കില്ലർ കേസിൽ ആളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, മൈൻഡ് സ്റ്റേറ്റ്, മോട്ടീവ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് എന്ന് പറയുന്നത് പേഷ്യൻസ് വേണം, MSc അല്ലെങ്കിൽ MA ഇൻ സൈക്കോളജി വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സ്കിൽസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മൈ ഫൈനൽ തോട്ട് അബൌട്ട് ദിസ് കോഴ്സസ്, നമ്മൾ BSc ഇൻ ഫോറൻസിക് സയൻസ് എടുത്തത് ഒരു സാലറിക്ക് വേണ്ടി മാത്രം ആകല്ലേ.
നമ്മൾ ഈ സയൻസ് ആണെങ്കിൽ ട്രൂത്തിന് വേണ്ടി യൂസ് ചെയ്യുക എന്നതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രൈം സീൻസ്, എവിഡൻസ്, ജസ്റ്റിസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹെൽപ്പിംഗ് ട്രൂത്ത് വിൻ. If you love investigation, truth, and have the courage to face real life challenges, then this is the best option for you. ഫിഫ്ത്ത് മോഡേൺ സയൻസ് കോഴ്സ് എന്ന് പറയുന്നത് BSc ഇൻ എൻവയോൺമെന്റൽ സയൻസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ടും പഠിക്കുന്നത് നേച്ചറിനെ കുറിച്ചും എൻവയോൺമെന്റിനെ കുറിച്ചും ഹ്യൂമൻ ഇമ്പാക്റ്റിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതൊരു 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. ഇതിൽ എൻവയോൺമെന്റിനെ കുറിച്ചും സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചും നേച്ചറിനെ കുറിച്ചും പോളിസിയെ കുറിച്ചും എല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോഴ്സാണ്. ആൻഡ് ഈ ഒരു കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. എക്കോളജി, എൻവയോൺമെന്റൽ കെമിസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി, വേസ്റ്റ് മാനേജ്മെന്റ്, environmental laws, റിന്യൂവബിൾ എനർജി, GIS ആൻഡ് റിമോട്ട് സെൻസിങ്. ഇതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന കോഴ്സസ്. ആൻഡ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12th പാസ് സ്റ്റുഡൻസ് വിത്ത് സയൻസ് സബ്ജക്ട്സ്, ഒന്നുകിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഡിപെൻഡ്സ് അപ്പോൺ ദി യൂണിവേഴ്സിറ്റി. നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ജെന്യുവൻ ആയിട്ടുള്ള ഒരു പാഷൻ ഉള്ള, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നടക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള ഒരു അവയർനെസ് ഉള്ള those who are interested in sustainability research and field work, you can apply for this course. Next one is top job roles after taking this course. First one is sustainable analyst. Sustainable analystന്റെ ജോലി എന്ന് പറയുന്നത്, അതായത് ഇൻഡസ്ട്രീസിലെ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിലൊക്കെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ESG റിപ്പോർട്ടിംഗ്, ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ സോഷ്യൽ ഗവർണൻസ് റിപ്പോർട്ടിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു സസ്റ്റൈനബിൾ അനലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് എൻവയോൺമെന്റൽ കൺസൾട്ടന്റ്. പൊല്യൂഷൻ കൺട്രോൾ, എക്കോ ഫ്രണ്ട്ലി പോളിസീസ് ഒക്കെ സജസ്റ്റ് ചെയ്യുക. കമ്പനീസിലെ ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ ഗ്രീൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കംപ്ലൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു എൻവയോൺമെന്റൽ കൺസൾട്ടന്റിന്റെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഫീൽഡ് സ്റ്റഡീസ്, പിന്നെ ലാബ് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അനലൈസ് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഒരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഇവര് മെയിൻ ആയിട്ട് NGOs, റിസർച്ച് ലാബ്സ്, ഗവൺമെന്റ് പ്രോജക്ട്സിലൊക്കെയാണ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഫോർത്ത് വൺ CSR മാനേജർ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ മാനേജർ. ഒരു കമ്പനിയിൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ മാനേജ് ചെയ്യുക, അവിടുത്തെ NGO കൊളാബറേഷൻസ്, പ്ലാന്റേഷൻ ഡ്രൈവ്സ്, അവയർനെസ് പ്രോഗ്രാംസ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു CSR മാനേജറിന്റെ ജോലി എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ജോബ് റോൾ ഈസ് റിന്യൂവബിൾ എനർജി സ്പെഷ്യലിസ്റ്റ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് സോളാർ, വിൻഡ്, ബയോ എനർജി കമ്പനീസിലൊക്കെ ഡിസൈൻ ആൻഡ് കൺസൾട്ടൻസിയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് സിസ്റ്റം evaluation. So my final thought about this course is, if you are someone who love nature and wants to protect our planet and dreams of working in an impactful field, this course is more than a degree. It's a responsibility. Seventh modern course after 12th is BSc in radiology, BSc in optometry and BSc in MLT, medical lab technology. നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ, എന്നാൽ നീറ്റ് എക്സാംസ് ഒന്നും അപ്പിയർ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ, ഈ പറയപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സസ് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇത് ലൈഫ് സേവിംഗ് ആയിട്ടുള്ള റോൾസ് ആണ്, വേൾഡ് വൈഡ് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് BSc in MLT. ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 ഇയർ കോഴ്സ് ആണ്, പ്ലസ് 6 months ഇന്റേൺഷിപ്പ് ഡിപെൻഡ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റി. ഇവിടെ മെയിൻ ആയിട്ട് ലാബില് യൂറിന്, ബ്ലഡ്, ടിഷ്യൂ സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത്. ഈ കോഴ്സിൽ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ള മെൻഷൻ ചെയ്യാം. ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി, ഹെമത്തോളജി, ക്ലിനിക്കൽ കെമിസ്ട്രി, ഇത്രയും സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഈ കോഴ്സിൽ പഠിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് BSc in റേഡിയോളജി അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജി. ഇവിടെ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് എക്സ്റേ, MRI, CT സ്കാൻ, അൾട്രാസൗണ്ട്, ഈ ഒരു മെഷീൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത്. ഈ ഒരു കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് അനാട്ടമി, റേഡിയേഷൻ ഫിസിക്സ്, ഇമേജിംഗ് ടെക്നിക്സ്, റേഡിയോഗ്രാഫിക് എക്യുപ്മെന്റ്. ഇത്രയുമാണ് ഈ ഒരു കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ്. ആൻഡ് തേർഡ് വൺ ഇസ് BSc in optometry. ഇവിടെ ഐസ് ആൻഡ് വിഷ്വൽ ഡിസോർഡേഴ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ടും ട്രീറ്റ് ചെയ്യാനായിട്ടുമാണ് പഠിപ്പിക്കുന്നത്. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 4 years ആണ്, ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ്. ആൻഡ് ഈ ഒരു കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ള മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ഒക്കുലർ അനാട്ടമി, ഒപ്റ്റിക്സ്, വിഷ്വൽ സ്ക്രീനിങ്, കോണ്ടാക്ട് ലെൻസസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്ന സബ്ജക്ട്സ്. നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ, പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്കിൽസ് ഉള്ളവരാണെങ്കിൽ,
ടെക്നിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ഉള്ളവരാണെങ്കിൽ ആൻഡ് സയൻസ് വിത്ത് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12th സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് അറ്റ്ലീസ്റ്റ് 50% മാർക്കെങ്കിലും ഉള്ളവർക്ക് ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിന് പ്രത്യേകിച്ച് നീറ്റ് എക്സാമോ എൻട്രൻസ് എക്സാമോ ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് വൺ ഇസ് ടോപ്പ് ജോബ് റോൾസ് ആഫ്റ്റർ ടേക്കിംഗ് ദീസ് കോഴ്സസ്. ഈ പറയപ്പെട്ട 3 പാരാമെഡിക്കൽ കോഴ്സസും എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിക്ക് പോകാന്നുള്ള ഞാൻ പേര് മാത്രം മെൻഷൻ ചെയ്യാം. ഓരോ ജോലിയുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാനാണല്ലേ വീഡിയോയുടെ അടിയിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. ഫസ്റ്റ് MLT ആണ്, മെഡിക്കൽ ലാബ് ടെക്നോളജി കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിക്ക് പോകാന്നുള്ള മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് വൺ ലാബ് ടെക്നോളജിസ്റ്റ്, സെക്കൻഡ് വൺ മൈക്രോബയോളജിസ്റ്റ് അസിസ്റ്റന്റ്, തേർഡ് വൺ പാത്ത് ലാബ് സൂപ്പർവൈസർ, ഫോർത്ത് വൺ ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യൻ ആൻഡ് ഫിഫ്ത് വൺ ഇസ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ. ആൻഡ് സെക്കൻഡ് കോഴ്സ് എന്ന് പറയുന്നത് റേഡിയോളജിയാണ്. BSc ഇൻ റേഡിയോളജി എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയോഗ്രാഫർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് MRI അല്ലെങ്കിൽ CT സ്കാൻ ടെക്നീഷ്യൻ, തേർഡ് വൺ എന്ന് പറയുന്നത് എക്സ്റേ ടെക്നീഷ്യൻ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ, ഫിഫ്ത് വൺ ഇസ് ഇന്റർവെൻഷണൽ റേഡിയോളജി അസിസ്റ്റന്റ്. ആൻഡ് തേർഡ് കോഴ്സ് എന്ന് പറയുന്നത് BSc ഇൻ ഒപ്റ്റോമെട്രി ആണ്. ഈ BSc ഇൻ ഒപ്റ്റോമെട്രി എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിക്ക് പോവാം നമുക്കൊന്ന് കണ്ടാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോണ്ടാക്ട് ലെൻസ് സ്പെഷ്യലിസ്റ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് പീഡിയാട്രിക് ഒപ്റ്റോമെട്രി അസിസ്റ്റന്റ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് ക്ലിനിക്കൽ ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്, ആൻഡ് ഫിഫ്ത് വൺ ഇസ് ഒപ്റ്റിക്കൽ റീറ്റെയിൽ സ്റ്റോർ മാനേജർ. ഈ പറയപ്പെട്ട ജോലികൾ മാത്രമല്ല ഇഷ്ടം പോലെ ജോബ് റോൾസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് ടോപ്പ് ആയിട്ടുള്ള ജോബ് റോൾസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സോ മൈ ഫൈനൽ തോട്ട് അബൌട്ട് ദിസ് കോഴ്സസ്, ഈ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത് ഒരു ബാക്കപ്പ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് അല്ല. ഇത് ലൈഫ് സേവിംഗ് കാരിയേഴ്സ് ആണ്. നമുക്ക് നീറ്റ് എക്സാമോ വേറെ എൻട്രൻസ് എക്സാമോ ഒന്നും ഇല്ലാതെ തന്നെ മെഡിക്കൽ ഫീൽഡിലോട്ട് കാല് വെക്കാൻ പറ്റിയ കോഴ്സസ് ആണ് ഈ പറഞ്ഞതൊക്കെ. നമുക്ക് വേണ്ടുന്ന രീതിയിൽ ക്ലിനിക്കൽ എക്സ്പോഷറും പ്രാക്ടിക്കൽ ലേണിംഗും ഫാസ്റ്റ് പേസിലെ പ്ലേസ്മെന്റ്സും ഒക്കെ ഉള്ള കോഴ്സസ് ആണ്. സോ ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ഹെൽത്ത് കെയർ ആൻഡ് വർക്ക് വിത്ത് ജോബ് സെക്യൂരിറ്റി ആൻഡ് റെസ്പെക്ട്, ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. സോ ഐ എം കൺക്ലൂഡിംഗ് ദ ടോപ്പിക്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളി ഡിസ്കസ് ചെയ്തത് സയൻസ് സ്ട്രീം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു. ദാറ്റ് ഈസ് അബൌട്ട് 7 മോഡേൺ ആൻഡ് മോസ്റ്റ് ട്രെൻഡിങ് സയൻസ് കോഴ്സസ് ആഫ്റ്റർ 12. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനാണെങ്കിൽ കൊമേഴ്സ് സ്ട്രീം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് 7 മോഡേൺ ആൻഡ് മോസ്റ്റ് ഡിമാൻഡിംഗ് കൊമേഴ്സ് കോഴ്സസ് ആഫ്റ്റർ 12. So don't miss out and stay tuned for the next video. And remember, just one course is enough to build a bright future. And trust your passion, believe in your strength, and go chase your dreams. And stay tuned for the next video. And if you found this video useful, please do like and share with others. And in the channel, iduvare subscribe cheyatharaanengil, please do subscribe my channel. So stay tuned for the next video and don't miss out. And thanks for watching. Bye bye.